ചിലപ്പോ ചെയ്യാം, ചിലപ്പോ ചെയ്യാതിരിക്കാം. ഓരോരുത്തരെ ക്യാരക്ടർ അനുസരിച്ച് നമുക്കിപ്പോ പുറമേ നിന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. ആൾക്കാരൊക്കെ അവരെ ശത്രുത കാരണം അങ്ങനെ പറയണം. അവന്റെ അടുത്തുള്ള ശത്രുത കാരണം ഒരു വ്യക്തി വളർന്നാണുമ്പോ അയാളെ തകർക്കായി പല രീതിയിലൂടെ കുറെ ആൾക്കാർ ശ്രമിച്ചില്ലേ. ആ ഒരു രേഖ ഈ കാണാൻ പറ്റും. നല്ലൊരു സിംഗർ അല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. വേടനെതിരെയുള്ള ആരോപണങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. എന്നാൽ വേടനെതിരെയുള്ള പരാതിയിൽ പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയുമാണ്. എന്നാൽ വേടനെ പോലീസും സർക്കാരും സംരക്ഷിക്കുകയാണോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ വേടനെ കുറിച്ച് ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇതിനെക്കുറിച്ച് നാട്ടുകാർക്കും ജനങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ. അതിപ്പോ എന്തായാലും മീഡിയയിൽ കൂടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ ചെയ്യാം, ചിലപ്പോ ചെയ്യാതിരിക്കാം. ഓരോരുത്തരെ ക്യാരക്ടർ അനുസരിച്ച് നമുക്കിപ്പോ പുറമേ നിന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. ജസ്റ്റ് നമ്മളറിയും, നമ്മളത് പറ്റി ഡിസ്കസ് ചെയ്യും, ജഡ്ജ് ചെയ്യും. ചിലപ്പോ നല്ല കാര്യമായിരിക്കും, ചിലപ്പോ ബാഡ് ആയിരിക്കും. പക്ഷെ ഇപ്പം ഒരു പെൺകുട്ടി ഇപ്പം പോലീസിലൊക്കെ പരാതി കൊടുക്കണമെങ്കിൽ ആ പെൺകുട്ടിനെ ബാധിക്കുന്ന കാര്യമായിരിക്കുമല്ലോ അത്. അപ്പൊ വേടനായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ പെൺകുട്ടിയെ ബാധിക്കുന്ന കാര്യമായിരിക്കും. നമുക്കിപ്പോ ആരെയും നിന്ന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ട്രൂ എന്താ റോങ് എന്താന്ന് അറിയത്തില്ല. അവര് നമ്മളടുത്ത് പറയാതെ നമുക്കൊന്നും അറിയാനും പറ്റില്ല. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ല സപ്പോർട്ടല്ല. സർക്കാർ വേടനെതിരെ ഒരു സംരക്ഷണം ഒരുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നണോന്ന് വെച്ചാൽ ഞാൻ അതിലോട്ട് വലിയ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞ ചിലപ്പോ കൊടുക്കുന്നുണ്ടാവാം. കുറെ സ്ത്രീകള് പീഡനം വേറെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാ പരാതി കൊടുത്തിട്ടുള്ളത്. ആൾക്കാരൊക്കെ അവരെ ശത്രുത കാരണം അങ്ങനെ പറയണം. അവന്റെ അടുത്തുള്ള ശത്രുത കാരണം ഹേറ്റേഴ്സും ഉണ്ട്. അതുപോലെ ഹേറ്റേഴ്സ് പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ ഒന്നുമില്ല. വേണം അറിഞ്ഞൂടാ, സത്യം അറിഞ്ഞൂടാ, ചെയ്യൂലായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, കൂടുതലൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ വെച്ചാ ശരിയായിരിക്കില്ല ചിലപ്പോ. അപ്പം ഒരു വ്യക്തി വളർന്നാണുമ്പോ അയാളെ തകർക്കായി പല രീതിയിലൂടെ കുറെ ആൾക്കാർ ശ്രമിച്ചില്ലേ. ആ ഒരു രേഖ ഇനി കാണാൻ പറ്റൂ. അതെ, വ്യത്യസ്ത ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ യുവതി ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പോലീസിനൊക്കെ പരാതി കൊടുക്കുമ്പോൾ കാണുമായിരിക്കും. സത്യം ഉണ്ടെങ്കിൽ അത് എന്തായാലും പുറത്തു വരും. ആരോപണങ്ങൾ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? തെറ്റല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അറിഞ്ഞൂടാ, തെറ്റായിട്ടാണ് തോന്നിയത്. വേടന്റെ ഫാനാണോ നിങ്ങൾ? ഓ, വേടന്റെ പാട്ട്. വേടനെതിരെ ഒരുപാട് ഇപ്പൊ ബലാത്സംഗ പീഡന ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് വേടൻ അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം തോന്നിയിട്ടില്ല. വേടൻ നല്ലൊരു സിംഗർ അല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല. ഒരു ബഹുമാനായിട്ടല്ലേ സംസാരിക്കാറ്. വീഡിയോസിലായാലും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു നെഗറ്റീവായിട്ട് കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് ആണെന്നാണ്. വെച്ചാൽ ഭാഗത്ത് ശരിയുണ്ടെന്നാണ് തോന്നുന്നത്. വേടന്റെ ഭാഗത്ത് ശരിയുണ്ട്, ഉറപ്പിച്ച് പറയുന്നതാണ്. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല മോളെ. അറിയില്ല. അങ്ങനെ ഒന്നും ചെയ്യൂലെന്നൊരു ഉറപ്പ് മുമ്പ് തന്നല്ലേ ചേട്ടൻ. നന്നാവാൻ പറ്റൂല്ലേന്ന് പറഞ്ഞതല്ലേ. അതന്നെ തോന്നുന്നില്ല നിങ്ങൾക്ക്? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. പറയുന്നതല്ല ആയിരിക്കണോ ചെയ്യണം? അങ്ങനല്ല, അങ്ങനെ പ്രത്യേകിച്ച് എന്തൊരു സത്യം കാണുമല്ലേ. പെൺകുട്ടികൾ അങ്ങനെ വെറുതെ പരാതി കൊടുക്കുന്നത് അവരുടെ ഒരുപാട് അങ്ങനെ തന്നെ പറയാം.